ആശംസാ പ്രസംഗത്തിനായി ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീനാരായണ പരമഗുരവേ നമഃ. യോഗാധ്യക്ഷൻ ആദരണീയനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഇന്ന് 92ാമത് തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് സന്യാസിവര്യന്മാരെ, ആദരണീയ വ്യക്തിത്വങ്ങളെ, ഗുരുദേവ ഭക്തരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞൊരു പുതുവർഷം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുകയാണ്. യോഗം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമയത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. എങ്കിലും എൻ്റെ വിഷയം കുറച്ച് വലുതായതുകൊണ്ട് ഞാനത് ചുരുക്കി തന്നെ പറയാൻ ശ്രമിക്കാം. നമ്മൾ ലോകത്തിലെ ഏറ്റവും സ്പ്രെഡായിട്ടുള്ള കമ്മ്യൂണിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന കമ്മ്യൂണിറ്റി ജൂതന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 1,57,00,000 ജൂതന്മാരാണ് ലോകത്താകമാനമുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് ലോക ജനസംഖ്യയുടെ 0.2% മാത്രം വരുന്നതാണ്. പക്ഷേ ഈ 2% വരുന്ന ജൂത ജനസംഖ്യയാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും അതിശയപ്പെടില്ല. കാര്യം ബാങ്കിങ് മേഖലയായാലും എക്കോണമി ആണെന്നുണ്ടെങ്കിലും ശാസ്ത്ര സാങ്കേതിക IT ഇതര രംഗങ്ങളിലാണെങ്കിലും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളും നാഗരികതയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്താണെങ്കിൽ പോലും അവരാണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് എന്താണ് അവരുടെ ഈ സക്സസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉദാഹരണത്തിന് 1901 ഡിസംബർ 10 നോബൽ സമ്മാനം ആദ്യമായി നൽകുന്നത്. 2023 വരെ 965 പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളതാണ് കണക്കുകൾ. അതിൻ്റെ 216 ആൾക്കാരും ജൂത സമൂഹത്തിൽ നിന്നുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ 22% നോബൽ പ്രൈസ് വിന്നേഴ്സ് ജൂത സമൂഹത്തിൽ നിന്നുള്ളതാണ്. നമ്മളതിൻ്റെ ഡേറ്റാസ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കണോമിക്സിൽ 41%, ഫിസിക്സിൽ 25%, കെമിസ്ട്രിയിൽ 37%, ലിറ്ററേച്ചറിൽ 16%, സമാധാനത്തിന് 9% അവർക്ക് കിട്ടിയിരിക്കുന്ന നോബൽ പ്രൈസുകൾ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലുള്ള പ്രശസ്തമായിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസൊക്കെ ഓൺ ബൈ ജൂത സമൂഹമാണ്. എക്സാമ്പിൾ മെറ്റ അല്ലെങ്കിൽ വാൻഗാർഡ്. പ്രശസ്തരായിട്ടുള്ള നമ്മൾ കുറച്ച് ജൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാം അവരുടെ സമൂഹത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചിട്ട്. ആൽബർട്ട് ഐൻസ്റ്റീന, വാൾട്ടർ ഗിൽബർട്ട്, റൊണാൾഡ് ഹോഫ്മാൻ, മാർക്ക് സുക്കംബർഗ് മെറ്റയുടെ കോ-ഫൗണ്ടർ, മൈക്കൽ ബ്ലൂംബർഗ്, സാം ആൾട്ട്മാൻ, ഓപ്പൺഎഐ, ഇന്ന് ചാറ്റ് GPTയുടെയൊക്കെ ഉപജ്ഞാതാവും ഇന്ന് അതിൻ്റെ CEO ആയിട്ടിരിക്കുന്ന സാം ആൾട്ട്മാൻ, ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഈ ജൂത സമൂഹത്തിൽ നിന്നുള്ളത്. നമ്മളെല്ലാവർക്കും അറിയാം, വർഷങ്ങളോളം ഒരു രാജ്യം പോലുമില്ലാതെ ഒരു രാജ്യം അവർക്ക് കിട്ടിയതിന് ശേഷം എപ്പോഴും ശത്രുക്കളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നെങ്കിൽ കൂടിയും അവരെന്തുകൊണ്ടാണ് വളരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ വളർച്ചയുടെ മുന്നിൽ നിൽക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വളരെ മുന്നിലാണ്. അതിൽ നിന്നൊക്കെ മാറി അവരുടെ ഒരുമ, അവരുടെ യൂണിറ്റി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആത്മീയപരമായിട്ട് വളരെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു ജനസമൂഹമാണ്. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്രതാനുഷ്ഠാനങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ്, മധുരം തുടങ്ങിയ ചേർന്നിട്ടുള്ള ഒരു ഭക്ഷണങ്ങൾ അവർ കഴിക്കാറില്ല. അവർ ഡ്രൈവ് ചെയ്യാറില്ല, അവർ TV കാണാറില്ല, മൊബൈൽ യൂസ് ചെയ്യത്തില്ല. എപ്പോഴും പ്രാർത്ഥന നിർജ്ജനമായിട്ടുള്ള ഒരു 24 മണിക്കൂറാണ്. അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ വരെ അവർ വളരെ പ്രാർത്ഥനാഭരിതമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്.
ഇസ്രയേലിലേക്ക് തെരുവുകളിലേക്ക് നമ്മൾ ശനിയാഴ്ച യാത്ര ചെയ്യണം. ഞാൻ ഇസ്രയേലിൽ യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ശനിയാഴ്ച അവിടെ റോഡുകളൊക്കെ വിജനമാണ്. കാര്യം എല്ലാവരും വീട്ടിലിരുന്നിട്ട് അവരുടെ ആത്മീയപരമായ കാര്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും അവരുടെ അനുഷ്ഠാനങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ ചെലവഴിക്കുന്നത്. ഞാനൊരു വേറൊരു ജനവിഭാഗത്തെക്കുറിച്ചും കൂടെ പറയുകയാണ്. ജൈനമതം, ജെയിൻസ്. ഇന്ത്യയിലെ തന്നെ വളരെ ചുരുക്കം 0.54% ഉള്ള ജൈനമതമാണ് ഇന്ന് ഇന്ത്യയുടെ എക്കണോമി നിയന്ത്രിക്കുന്നത്. കാര്യം വെറും 45 ലക്ഷം മാത്രമുള്ള ഒരു ജനവിഭാഗം ഇന്ന് ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകത്തിലാണ്. പ്രതിശീർഷ വരുമാനത്തിൽ പാർസികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്നത് ജൈനമതക്കാരാണ്. അവരുടെയും പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ 94.5% സാക്ഷരത നേടിയവരാണ്. അപ്പോൾ അവരുടെ വർദ്ധമാന മഹാവീരൻ സ്ഥാപിച്ച ഈ ജൈനമതം അഹിംസയെയും സത്യത്തെയും ആസ്തേയത്തെയും ബ്രഹ്മചര്യത്തെയും അപരിഗ്രഹത്തെയും ബേസ് ചെയ്തിട്ടുള്ളതാണ് അവരുടെ ജീവിതക്രമങ്ങൾ തന്നെ. അവർ മണ്ണിലടിയിലുള്ള ഒരു ആഹാര പദാർത്ഥങ്ങളും ഭക്ഷിക്കത്തില്ല. കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. കാര്യം അത് അഹിംസയുടെ ഒരു പാത്രമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കാര്യം നമ്മുടെ ചെറുകൂടലുള്ള മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ടാണ് അവർ മണ്ണിനടിയിലുള്ള ഭക്ഷ്യവസ്തുക്കളൊന്നും കഴിക്കാത്തത്. കൂടാതെ നമ്മുടെ ഈ വീണ്ടും ഈ നമ്മളുള്ള വിത്തുകളെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ചെടികളായി വളരാനുള്ള ആ ഒരു പ്രക്രിയയ്ക്ക് തടസ്സം നേരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം കൊണ്ടാണ് അവർ വളരെ ചിട്ടയായ രീതിയിലുള്ള അവരുടെ പ്രാർത്ഥനാ രീതികളും ആത്മീയപരമായ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെയും ഒരുമയാണ്. ഇപ്പോൾ ഒരു ജെയിൻസ്, ഇന്ന് നമ്മൾ പ്രശസ്തരായിട്ടുള്ള ജെയിനെ കുറിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും അറിയാവുന്ന അഡാനി, ഗൗതം അഡാനി, കൂടാതെ വിക്രം സാരാഭായി, ഓഷോ രജനീഷ് എല്ലാവർക്കും അറിയാമായിരിക്കും. ചന്ദ്രസ്വാമി ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന സ്പിരിച്വൽ ലീഡറായിരുന്നു. അങ്ങനെ ധാരാളം ആൾക്കാരുള്ള ഒരു ജനവിഭാഗമാണ് ഈ ജൈന മതക്കാർ. അവരുടെയും ഏറ്റവും വലിയ വിജയത്തിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ അവരുടെ ഒത്തൊരുമയും അവരുടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള കാര്യങ്ങൾ. ഒരു ജൈൻ സമൂഹത്തിൽപ്പെട്ട ഒരാൾ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലോ വ്യവസായപരമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവരുടെ സമൂഹം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മൂന്നാമത്തെ മതവിഭാഗത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിഖ് മതമാണ്. സിഖ് മതം ലോകത്തിൽ തന്നെ ഏറ്റവും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു മതവിഭാഗമാണ് സിഖ് മതം. ഏകദേശം 3 കോടി ജനങ്ങളാണ് സിഖുകാർ ഉള്ളത്. കാനഡയിലും UK-യിലും അമേരിക്കയിലും ഒക്കെ ആയിട്ടും ഇന്ത്യയിലുമായിട്ട് കിടക്കുന്ന ഈ ഒരു ജനസമൂഹം അവരും വളരെ ആത്മീയപരമായിട്ടും ഒത്തൊരുമയോടും കൂടി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അവരുടേതായ കാര്യങ്ങൾക്കിട്ട് അവരുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഗുരുനാനക്കിൻ്റെ പിൻഗാമികളും അതിൻ്റെ അനുയായികൾക്കും വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ അതേമാതിരി തന്നെ സമൂഹ സേവനത്തിനകത്ത് ഇന്ന് സിഖ് സമുദായത്തിനോടൊപ്പം തന്നെ പ്രശസ്തരായിട്ടുള്ള വേറെയുള്ളവരാരുമില്ല. ഞാൻ ആക്ച്വലി ബോംബെയിൽ നിന്നുള്ളതാണ്. കാരണം കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാ ഗുരുദ്വാരകളിലും മരുന്നും ഭക്ഷണവും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ അവർ ഒരു പേടിയില്ലാതാണ് മുന്നോട്ട് നിന്നിരിക്കുന്നത്. അവർ സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവരുടെ ഏകദൈവ വിശ്വാസമാണ് സിഖുകാരുടെ. അവർ സത്യമാണ് അവരുടെ ദൈവം എന്നാണ് അവരുടെ വിശ്വാസം. അവർക്കും ലിംഗാരാധനയോ അങ്ങനെയുള്ള വേറുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു ദൈവത്തിലേക്കുള്ള ആ ഒരു എല്ലാവർക്കും ദൈവത്തിലേക്ക് എത്തിച്ചേരാം. ആർക്കും ദൈവം അപ്രാപ്യമല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. അവർ സത്യം, ദയ, സന്തോഷം, വിനയം, സ്നേഹം, ഈ 5 കാര്യങ്ങൾ ഊന്നിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോൾ ഇന്ന് ഇന്ത്യയെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വേണ്ടുന്ന അരിയുടെ ഏകദേശം 12.8% ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിൽ നിന്നാണ്. ഗോതമ്പിൻ്റെ 17.4% പഞ്ചാബിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ന് പിന്നെ ആർമിയിലെ ഏറ്റവും വലിയ റെജിമെൻറ്റുകളിലൊന്നാണ് പഞ്ചാബിൻ്റെ ആർമികളും. അതേമാതിരി ലോജിസ്റ്റിക് രംഗത്ത് ഇന്ന് ട്രക്കുകളായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും അവർ മുന്നിട്ട് നിൽക്കുന്നു. കൃഷിയുടെ കാര്യത്തിനകത്തും അവർ മുന്നിട്ട് നിൽക്കുന്നു. ഈ 3 ജനവിഭാഗങ്ങളെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കാനുണ്ടായിരുന്നൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ശ്രീനാരായണീയരാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങളും ഗുരുദേവൻ്റെ ദർശനവും സന്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനവിഭാഗമാണ്. ഏകദേശം കണക്കുകൾ അനുസരിച്ചിട്ട്
ഇപ്പോൾ കേരളത്തിൻ്റെ മൈഗ്രേഷൻ സർവേ അനുസരിച്ചിട്ട് 65 ലക്ഷം മലയാളികൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഏകദേശം ഒരു 35 ലക്ഷവും കേരളത്തിന് പുറത്തൊരു 30 ലക്ഷം ആൾക്കാരുണ്ട്. കേരള ജനസംഖ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3,65,00,000 ഉണ്ട്. ഏകദേശം 22% വരുന്ന ജനവിഭാഗമാണ് ശ്രീനാരായണ സമൂഹം എന്ന് നമ്മൾ പറയുന്നുണ്ട്, അവരുടെ ഗുരുദേവൻ്റെ അനുയായികളായിട്ടുള്ളവർ. അപ്പം നമ്മൾ കൂടെ എല്ലാം കൂടെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 90 ലക്ഷം വരുന്ന ശ്രീനാരായണീയർ ലോകത്താകമാനമുണ്ടെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. ഇത്രയും ഈ പറഞ്ഞ ജൈനന്മാരും ബുദ്ധമതമാണെന്നുണ്ടെങ്കിലും സിഖ് മതമാണെങ്കിലും ജൂസ് മതം, ഇതെല്ലാത്തിൻ്റെയൊക്കെ വളരെ വലിയൊരു ആത്മീയ അടിത്തറയാണ് നമുക്ക് ഗുരുദേവൻ നൽകിയിരിക്കുന്നത്. മനുഷ്യരെല്ലാം ഒന്ന്, ഗുരുദേവൻ്റെ ദർശനം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള ദർശനം, ഇത്രത്തോളം മഹത്തായ ഒരു ദർശനം ലോകത്തിന് പ്രദാനം ചെയ്ത വേറൊരു ആചാര്യനും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ പറയുന്ന ജൂതന്മാരാണെങ്കിലും ജൈനന്മാരാണെങ്കിലും സിഖുകാരും അവർ ഇന്ന് ഏതൊരു കാര്യത്തിനകത്തും ഗവൺമെൻറ് കാര്യമാണെങ്കിലും സാമൂഹികപരമായ കാര്യങ്ങളിനകത്തുമൊക്കെ അവരാണിന്ന് ഡിസിഷൻ മേക്കേഴ്സ്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുദേവൻ പറഞ്ഞ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് ഉത്തരമായിട്ട്. കാരണം കടപ്പുറത്തെ മണ്ണ് മാതിരിയാണ് നമ്മൾ, ഒന്നിനോടൊന്ന് ചേരാതെ ഇങ്ങനെ വിഘടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അത് എത്ര നാളിങ്ങനെ വിഘടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കും? ഇന്ന് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മൾ സ്കൂളും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നു, ആരോഗ്യപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഒത്തൊരുമയുടെ കാര്യം വരുമ്പോൾ നമ്മളെപ്പോഴും പുറന്നോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരുമയുടെ ഒരു ആവശ്യം വരുന്നത്. ഇതിൽ നിന്നാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം രൂപപ്പെട്ടത്. ഈ ജൈനന്മാരുടെയും സിഖുകാരെയും ജൂതന്മാരുടെയൊക്കെ പാത പിന്തുടർന്ന് അവർ എങ്ങനെയാണ് വളർന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ച് നടത്തിയ സമയത്ത് കിട്ടിയ കുറേ കാര്യങ്ങൾ, അത് എങ്ങനെ ശ്രീനാരായണ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുമെന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. സെപ്റ്റംബറിൽ നടന്ന പ്രവാസി സംഗമത്തിനകത്ത് അത് വിശദമായിട്ട് ഞാൻ അന്നത്തെ ആ സമ്മേളനത്തിൽ വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്ത് അത് ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റിനും സെക്രട്ടറിക്കും മറ്റുള്ള ബോർഡ് അംഗങ്ങൾക്കെല്ലാം ഞാൻ നൽകി. അതിനുശേഷം അതിനെക്കുറിച്ച് കുറച്ച് പ്രാവശ്യമൊക്കെ പലരുമായിട്ട് സംസാരിച്ചു. വത്തിക്കാനിൽ വെച്ച് നടന്ന നമ്മുടെ സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഈ ഉള്ളവനും അവിടെ പങ്കെടുക്കാൻ സാധിച്ചു. ഈ വർഷം വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വർഷമാണ് എനിക്ക് പേഴ്സണലായിട്ടാണെങ്കിൽ പോലും. ഞാനും എൻ്റെ സുഹൃത്ത് ഡോക്ടർ പ്രകാശ് ദിവാകരനും ചേർന്ന് ഇംഗ്ലീഷിൽ, കാരണം ഒരുപാട് ബുക്കുകൾ ഗുരുദേവനെ കുറിച്ചിട്ട് ഇന്ന് ലഭ്യമാണ്, മലയാളത്തിലും അതിൻ്റെ തർജ്ജമകൾ ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട്. പക്ഷെ ഒരു ഇംഗ്ലീഷിലൊരു ബുക്ക് എന്താണ് ഗുരു ഒന്നൊരു ഇൻ്റർനാഷണൽ റീഡേഴ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്ത്, ഹാർമണി അൺവീൽഡ്, എ ബ്ലൂ പ്രിൻറ്റ് ഫോർ ശ്രീനാരായണ ഗുരുസ് ബ്ലൂ പ്രിൻറ്റ് ഫോർ വേൾഡ് പീസ് ആൻഡ് പ്രോഗ്രസ് എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്ക് ഷാർജ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം അത് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആ സമയത്താണ് വത്തിക്കാനിലെ നമ്മൾ സർവ്വമത സമ്മേളനത്തെക്കുറിച്ചിട്ട് അറിയുന്നതും. ഞാൻ ഉടൻ തന്നെ സ്വാമിജിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ സ്വാമിജി പറഞ്ഞു ഈ ബുക്ക് നമുക്ക് വത്തിക്കാനിൽ വെച്ച് നമുക്ക് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വത്തിക്കാനിൽ വെച്ചിട്ട് ആ ബുക്ക് നമ്മുടെ കർദിനാൾ ജോർജ് കൂവക്കാട് സച്ചിദാനന്ദ സ്വാമികൾക്ക് നൽകിയത് നിർവഹിക്കുകയും അതിൻ്റെ ഒരു കോപ്പി ബഹുമാന്യനായ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നൽകി ആശീർവാദം വാങ്ങാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടി. അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ അവിടുത്തെ റോമിലെ ലീ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് നടന്നൊരു സമ്മേളനത്തിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. വളരെ ചുരുങ്ങിയ സമയമുള്ളായിരുന്നു. 15 രാജ്യങ്ങളിൽ നിന്നും വന്ന പ്രമുഖരായിട്ടുള്ള ബിസിനസ് ആൾക്കാരും പ്രൊഫഷണൽസും ഒക്കെ ആ വേദിയിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതിന് നല്ല ഒരു ആശയമാണെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു, ഞങ്ങൾ ഈ സംഭവം ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ഇവിടുത്തെ ബോർഡിൽ സംസാരിക്കുകയും ഇതിന് മുന്നോട്ട് പോകാനുള്ള ഒരു തത്വത്തിനൊരു അനുമതിയും
നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ശ്രീ ഡോക്ടർ AV അനൂപ്, മെഡിമിക്സിൻ്റെ അനൂപ് അതിൻ്റെ ഒരു കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് എല്ലാ രാജ്യങ്ങളിലും 5 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ സച്ചിദാനന്ദ സ്വാമികൾ അവിടെ വെച്ച് പറഞ്ഞു. എന്തുകൊണ്ടും ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ശ്രീനാരായണ ഗ്ലോബൽ എംപവർമെൻറ്റ് ഓർഗനൈസേഷൻ, ഒരു ട്രേഡ് ഓർഗനൈസേഷൻ്റെ തലത്തിൽ നമ്മൾ നിന്ന് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബിസിനസ് പീപ്പിളും പ്രൊഫഷണൽസിൻ്റെയും കൂടെ ഒരു കൂട്ടായ്മയായിരിക്കണം ആഗോള തലത്തിലാണ്. കാരണം എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും പൈസയും ഐഡിയാസും സമയവും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻ്റർനാഷണലി ഒരു ഫോറം രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറെ ഗുണമാണ് ശ്രീനാരായണ സമൂഹത്തിന് നമുക്ക് ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള വികസനമാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ 3 എണ്ണത്തിനകത്ത് ഒന്ന് സാമ്പത്തിക വികസനമാണ്. ബിസിനസ് സഹകരണങ്ങൾ, നിക്ഷേപ അവസരങ്ങൾ, സംരംഭത്വ വികസനം എന്നിവയുടെ പരസ്പരം വളരുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ സാമ്പത്തിക വികസനത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആത്മീയപരമായ ഉന്നമനമാണ്. എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ്. ഗുരു സന്ദേശങ്ങളും ദർശനങ്ങളും ഗുരുവിൻ്റെ തത്വശാസ്ത്രവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുക. ഇപ്പം ഗുരുവിൻ്റെ സന്ദേശങ്ങളും ദർശനവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വത്തിക്കാനിൽ നടന്ന സർവമത സമ്മേളനം സഹായകമായി. ആ ഒരു ടെമ്പോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പറയുന്ന ബുക്ക് ഹാർമണി അൺവീൽഡ് എന്ന് പറയുന്ന ബുക്ക് ജനുവരി 17-ാം തീയതി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ കൈമാറുകയാണ്. ശിവഗിരി ആശ്രമം ഓഫ് UK അവരുടെ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് ഈ ബുക്കും അതിനോടൊപ്പം തന്നെ ഗുരുദേവനെ കുറിച്ചുള്ള മറ്റു കുറച്ച് ബുക്കുകളും കേംബ്രിഡ്ജ് മേയർ ശ്രീ ബൈജു തേട്ടയിൽ അവിടെ കൈമാറുന്ന ചടങ്ങ് നടക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ എഡ്യൂക്കേഷൻ, ഗുരുദേവൻ്റെ ഏറ്റവും പ്രധാന തീർത്ഥാടന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസമാണ്. നമ്മൾ ഇന്നത്തെ യുവാക്കൾക്ക് ഒരു ദിശാബോധം നൽകുന്ന വിദ്യാഭ്യാസം നൽകിയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം നല്ല രീതിയിൽ വളരുകയുള്ളൂ. അവർക്ക് പഠനപരമായ നിർദ്ദേശങ്ങൾ നൽകുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതിനെ ഇന്നത്തെ ആധുനിക രീതിയിലേക്ക് നമ്മൾ പരിവർത്തനം ചെയ്തിട്ട് അവർക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുക. കാര്യം ഇന്ന് പലരും പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ലഭിക്കുന്നില്ല. ഗുരുദേവൻ 1928 സ്ഥാപിക്കണമെന്ന് സ്വപ്നം കണ്ട ആ ഒരു ശിവഗിരി ഫ്രീ ഇൻഡസ്ട്രിയൽ ഗുരുകുല, അത് പ്രാവർത്തികമാക്കാൻ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യകത വളരെ ആവശ്യമാണ്. അപ്പോൾ അതുമാതിരിയുള്ള കാര്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുക. കുട്ടികൾക്ക് പഠിക്കാൻ പാവപ്പെട്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് നൽകിയിട്ട് കുട്ടികൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ തൊഴിലവസരങ്ങളും ബിസിനസ് സംരംഭങ്ങളും ആരംഭിക്കുന്നതിന് ഉള്ള മാർഗനിർദ്ദേശങ്ങളും ധനസഹായവും നൽകുക. ഇതാണ് നമ്മൾ എഡ്യൂക്കേഷനിൽ കൂടെയുള്ള എംപവർമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സേവന പ്രവർത്തനങ്ങൾ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആരോഗ്യപരമായിട്ട് വളരെ പിന്നിലേക്ക് പോകുന്ന ഒരു ജനവിഭാഗമായിട്ട് മലയാളികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപരമായിട്ടുള്ള അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഇതിൻ്റെ കീ ആക്ടിവിറ്റീസും പ്രൊജക്റ്റിനെ കുറിച്ചും സംസാരിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇതിൻ്റെ ചാപ്റ്റർ ആൻഡ് മെമ്പർഷിപ്സാണ്. ലോകമെമ്പാടും പ്രാദേശിക ചാപ്റ്ററുകൾ സ്ഥാപിക്കുക, അംഗങ്ങളെ സജീവമായി ഉൾപ്പെടുത്തുക. പിന്നെ ഒരു ഇൻക്യുബേഷൻ ആൻഡ് ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടപ്പുകളെ, ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ സമയമാണ്. ഇന്ന് ഇന്ത്യ തന്നെ ലോകത്തിലെ ഏറ്റവും 2ാമത്തെ സ്റ്റാർട്ടപ്പുകൾ ഉള്ള രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിലെ സംരംഭകരെ സഹായിക്കുവാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ടുന്ന ധനസഹായം, അവർക്ക് വേണ്ടുന്ന മെറ്റീരിയൽ സപ്ലൈ, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഇൻക്യുബേഷൻ ആൻഡ് ഇന്നൊവേഷൻ ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് പ്ലാറ്റ്ഫോം. ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന ഒരു നിരവധി യുവാക്കളാണുള്ളത്. അവർക്ക് വേണ്ടുന്ന ഒരു ജോബ് പോർട്ടലുകൾ സ്ഥാപിക്കുക. പിന്നെ ഒരു ബിസിനസ് പീപ്പിൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്.
ബിസിനസ് ലീഡേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, പ്രൊഫഷണലുകൾ, അങ്ങനെയുള്ളൊരു ഗ്ലോബൽ നെറ്റ്വർക്ക് രൂപപ്പെടുത്തി ഇതുമൂലം ബിസിനസ്സിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും തൊഴിലുള്ള പരിജ്ഞാനവും അനുഭവവും പകർന്നു നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ യൂത്ത് വിങ്, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂത്ത് വിങ്, മാട്രിമോണിയൽ വിങ്, പിന്നെ വോയിസ് ഓഫ് SNGO എന്ന് പറയുന്ന ശ്രീനാരായണ ഗ്ലോബൽ എൻപവർമെൻറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഒരു ന്യൂസ് ബുള്ളറ്റിന്, പിന്നെ ഒരു പ്രൊഫഷണൽ ഫോറം, അത് ആൾറെഡി ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാംസ്, സ്കോളർഷിപ്സുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് പ്രോഗ്രാം, ഈ പറയുന്ന വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടുന്നുള്ള സിവിൽ സർവീസ് മാതിരിയുള്ള കോച്ചിങ്ങുകളൊക്കെ ഏതിനൊക്കെ ജോലി സാധ്യതകളാണെന്ന് കണ്ടെത്തിയിട്ട് അതിലേക്കുള്ള ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സിവിൽ സർവീസിൽ ട്രെയിനിങ് നൽകുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ സിവിൽ സർവീസിൻ്റെ തലപ്പത്തിലേക്കൊക്കെ വരുമ്പോൾ ഇത് ഗുരുദേവൻ്റെ സന്ദേശങ്ങളും ദർശനങ്ങളും തത്വചിന്തകളും ഒക്കെ പാഠ്യവിഷയമാക്കാനും അതിൽ കൂടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കും നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും ഉതകുന്ന ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും സിവിൽ സർവീസ് കോച്ചിങ്ങിലൂടെയും അതിൽ വിജയം വരിക്കുന്നതിൽ കൂടെയും. പിന്നെ ബിസിനസ് നെറ്റ്വർക്കിങ്, കോൺഫറൻസുകൾ, സെമിനാർസ്, എക്സിബിഷൻസ് ഇതുകളൊക്കെ സംഘടിപ്പിക്കുന്നതോട് കൂടി ബിസിനസ്മാൻകാരുടെ ബിസിനസ്സുകളെ വളർത്താനും അവരുടെ നെറ്റ്വർക്കിംഗ് കൂട്ടാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് ആൻഡ് വെൽബീയിങ് പ്രോഗ്രാംസ്, പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ്. സ്പോർട്സിനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിവുള്ള സ്പോർട്സിൻ്റെ കുട്ടികളുണ്ട്. അവർക്കൊക്കെ വേണ്ടുന്ന പ്രചോദനങ്ങൾ നൽകിയിട്ടും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകിയിട്ട് സ്പോർട്സിനെ അത് ചെയ്യുക. പിന്നെ ആർട്സ് ആൻഡ് കൾച്ചറൽ വിങ്, കേരളത്തിൻ്റെ സാംസ്കാരിക സമ്പത്ത് ആഗോള തലത്തിൽ എത്തിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വുമൺ എംപവർമെൻറ്റ് വിങ്, സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. കാര്യം ഇന്ന് സ്ത്രീകൾ എല്ലാ കാര്യത്തിനകത്തിനും മുന്നിട്ട് നിൽക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവരെ നല്ല സംരംഭകരാക്കുക, അവരെ നല്ല പ്രൊഫഷണലാക്കുക, അവരെ നല്ല സാമൂഹ്യ സേവകരാക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നൊരു ശ്രീനാരായണ ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ, ഈ പറയുന്ന ലോകത്തുള്ള എല്ലാ ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ശ്രീനാരായണ ഗ്ലോബൽ എംപവർമെൻറ്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലുള്ള അവരുടെ ചാപ്റ്ററുകൾ ഓരോ കോണ്ടിനെൻ്റലായിട്ട് നമ്മൾ തിരിച്ച്, പിന്നെ ഇപ്പോൾ ഒരു രാജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ അതിൻ്റെ ചാപ്റ്ററുകൾ, അതിൻ്റെ സബ് ചാപ്റ്റേഴ്സ്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന് സാധ്യതകൾ കൂടുതലുള്ളത്. അതിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ്, നാഷണൽ ആൻഡ് റീജിയണൽ കമ്മിറ്റീസ്, ഗ്ലോബൽ ആൻഡ് റീജിയണൽ ചാപ്റ്റേഴ്സ്, അഡ്വൈസറി ബോർഡ്, ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. അത് വരും തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും. ഈ പറയുന്ന മറ്റ് മതവിഭാഗങ്ങൾ എങ്ങനെ വളർന്ന് ഒരു ശക്തിയായി മാറി, അതേമാതിരി ശ്രീനാരായണ സമൂഹവും ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളും വളരണമെന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഈ ഒരു ഇതിൽ കൂടെ ശ്രീനാരായണ ദർശനത്തിൽ ഒന്നത്തെ ലോകമെമ്പാടും നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഈ ഒരു പ്രസ്ഥാനം ശ്രീനാരായണ ദർശനത്തിലൂന്നിയുള്ള ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളെ ബന്ധിപ്പിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യാനുള്ള ഒരു വഴികാട്ടിയായി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. ഇങ്ങനെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിസ്വാർത്ഥമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു നല്ല നാളേക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നവവത്സര ആശംസകൾ നേരുന്നു. എനിക്ക് ഇങ്ങനെ ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിനോടും ശിവഗിരി മഠത്തിനോടും എൻ്റെ അതീവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.